ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹക്കു ലേണിംഗ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സോഷ്യൽ സയൻസ് 2 ചാപ്റ്റർ 1 സീസൺസ് ആൻഡ് ടൈം എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗമാണ്. അപ്പം വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക് സ്റ്റാൻഡേർഡ് ടൈം, അത് മുതലുള്ളതാണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ടൈം. ദ ലോക്കൽ ടൈം വുഡ് ബി ഡിഫറെൻറ്റ് അറ്റ് ഈച്ച് ലോഞ്ചിറ്റ്യൂഡ്. ഓരോ ലോഞ്ചിറ്റ്യൂഡിലെയും ലോക്കൽ ടൈം കണക്കാക്കുകയാണെങ്കിൽ അത് ഡിഫറെൻ്റ് ആയിരിക്കും. If we start calculating the local time at different places based on the longitude there, it would create a lot of confusion. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിന് അനുസരിച്ച് അവിടുത്തെ ലോക്കൽ ടൈം കണക്കാക്കി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നിന്നാൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കും അത്. അപ്പോൾ ടു സോൾവ് ദീസ്, ദ ലോക്കൽ ടൈം അറ്റ് ദ ലോഞ്ചിറ്റ്യൂഡ് ദാറ്റ് പാസസ് ത്രൂ ദ മിഡിൽ ഓഫ് എ കൺട്രി ഈസ് സെലക്ടഡ് ആസ് ദ കോമൺ ടൈം ഫോർ ദ ഹോൾ കൺട്രി. ആ ഒരു കൺട്രിയുടെ ഏറ്റവും സെൻറ്ററിലൂടെ പോകുന്ന ആ ലോഞ്ചിറ്റ്യൂഡ് അതെടുത്തിട്ട് മിഡിൽ ഓഫ് ദ കൺട്രി ഉണ്ടല്ലോ, അതിലൂടെ പോകുന്ന ആ ലോഞ്ചിറ്റ്യൂഡിൻ്റെ സമയം ഏതാണ് ലോക്കൽ ടൈം, അതെടുത്തിട്ട് ആ രാജ്യത്തിൻ്റെ മുഴുവൻ ലോക്കൽ ടൈം അതായി സെറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ വരുന്നില്ല. ഈച്ച് കൺട്രി ഇൻ ദ വേൾഡ് കൺസിഡർ ദ ലോഞ്ചിറ്റ്യൂഡ് ദാറ്റ് പാസസ് ഓൾമോസ്റ്റ് ത്രൂ ഇറ്റ്സ് മിഡിൽ ആസ് എ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. അപ്പോൾ ഓരോ രാജ്യവും എന്താണ്, അതിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ആ ഒരു ലോഞ്ചിറ്റ്യൂഡിൻ്റെ ടൈമിനെ അല്ലെങ്കിൽ ആ ലോക്കൽ ടൈമിനെ കണക്കാക്കിയിട്ടാണ് അതാണ് കണക്കാക്കുന്നത്. എന്തായിട്ട് സ്റ്റാൻഡേർഡ് മെറിഡിയനായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ മിഡിലൂടെ പോകുന്ന ഓരോ രാജ്യത്തിൻ്റെയും മിഡിലിലൂടെ കടന്നു പോകുന്ന ആ ലോഞ്ചിറ്റ്യൂഡിലെ ടൈം അതിനെ എന്താണ് ആ രാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് ടൈമായിട്ട് കണക്കാക്കുന്നത്. ദ കൺട്രീസ് വിത്ത് ലാർജ് ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റ് എസ്റ്റിമേറ്റ്സ് മോർ ദാൻ 1 ലോക്കൽ ടൈം ബൈ കൺസിഡറിങ് മോർ ദാൻ 1 സ്റ്റാൻഡേർഡ് മെറിഡിയൻ. ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റ് കൂടുതലുള്ള രാജ്യമാണെങ്കിൽ മോർ ദാൻ 1 സ്റ്റാൻഡേർഡ് മെറിഡിയനും മോർ ദാൻ 1 ലോക്കൽ ടൈമും ഒക്കെ ഉണ്ടാവാം. ദ ലോക്കൽ ടൈം അറ്റ് ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഈസ് ദ സ്റ്റാൻഡേർഡ് ടൈം ഓഫ് ദാറ്റ് കൺട്രി. സ്റ്റാൻഡേർഡ് മെറിഡിയനിലെ ലോക്കൽ ടൈമാണ് ആ രാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് ടൈമായിട്ട് കണക്കാക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റ് കൂടുതൽ, ലാർജ് ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റ് ഉള്ള രാജ്യത്ത് മോർ ദാൻ 1 ലോക്കൽ ടൈമും ഉണ്ടാവും. എങ്ങനെ? മോർ ദാൻ 1 സ്റ്റാൻഡേർഡ് മെറിഡിയൻ കാരണം. അപ്പോൾ ദ ലോക്കൽ ടൈം അറ്റ് ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഈസ് ദ സ്റ്റാൻഡേർഡ് ടൈം ഓഫ് ദാറ്റ് കൺട്രി. അപ്പോൾ അങ്ങനെയുള്ള ആ സ്റ്റാൻഡേർഡ് മെറിഡിയനിലെ ലോക്കൽ ടൈമാണ് ആ രാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പറയുന്നത് നെക്സ്റ്റ് പേജിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. അപ്പോൾ ഏതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്? ദ ലോഞ്ചിറ്റ്യൂഡൽ എക്സ്റ്റെൻറ്റ് ഓഫ് ഇന്ത്യ ഈസ് ഫ്രം 68 ഡിഗ്രി ഈസ്റ്റ് ടു 97 ഡിഗ്രി ഈസ്റ്റ് ആണ്. അപ്പോൾ ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റ് ഇതാണ്, 68 ഡിഗ്രി ഈസ്റ്റിൽ നിന്ന് 97 ഡിഗ്രി ഈസ്റ്റ് വരെയാണ്. ദ 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് വിച്ച് പാസ് ഓൾമോസ്റ്റ് ത്രൂ ദ മിഡിൽ ഓഫ് ദീസ് ലോഞ്ചിറ്റ്യൂഡ്സ് ഹാസ് ബീൻ ഫിക്സ്ഡ് ആസ് ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഏതാണ്? 82.5 ഡിഗ്രി ഈസ്റ്റ്. അതാണ് ആ ഒരു ലോഞ്ചിറ്റ്യൂഡാണ്, അല്ലെങ്കിൽ ആ ഒരു ഡിഗ്രിയിലൂടെ കടന്നു പോകുന്ന രേഖയാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ആയിട്ട് കണക്കാക്കുന്നത്. ദ ലോക്കൽ ടൈം അലോങ് ദിസ് ലോഞ്ചിറ്റ്യൂഡ് ഈസ് ജനറലി കൺസിഡർഡ് ആസ് ദ സ്റ്റാൻഡേർഡ് ടൈം ഓഫ് ഇന്ത്യ. അപ്പോൾ അവിടെ ആ ഒരു മെറിഡിയനിലുള്ള ലോക്കൽ ടൈമിനെയാണ് ഇന്ത്യൻ്റെ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. ദിസ് ഈസ് നോൺ ആസ് ദി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. അപ്പോൾ അവിടുത്തെ ലോക്കൽ ടൈം ആ 82.5 ഡിഗ്രി ഈസ്റ്റിലെ ആ രേഖാംശത്തിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ ആ അവിടുത്തെ ലോക്കൽ ടൈമാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. നെക്സ്റ്റ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. അതാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നാണ്. അടുത്തത് കാൽക്കുലേറ്റ് ദ ടൈം അറ്റ് ഈച്ച് 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഓഫ് ദ ഗ്രീനിച്ച് ലൈൻ അപ് ടു 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ താഴെ തന്നിട്ടുണ്ട് ടേബിൾ. അതിൽ ഗ്രീനിച്ച് ടൈം പറഞ്ഞിട്ടുള്ളത് ഫ്രൈഡേ 10 AM. ഓക്കെ, എന്നിട്ട് നമ്മൾ 15 ഡിഗ്രി മുതൽ 180 ഡിഗ്രി വരെ അതിൻ്റെ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. അതിൻ്റെ ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 കോളത്തിൽ ടു ദ വെസ്റ്റ് ഓഫ് ഗ്രീനിച്ചും ഉണ്ട്, അതുപോലെ ടു ദ ഈസ്റ്റ് ഓഫ് ഗ്രീനിച്ച്. അപ്പോൾ നമുക്കറിയാം ഈസ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ 1 മണിക്കൂർ കൂട്ടിയിട്ട് കൊടുക്കണം. 15 ഡിഗ്രി കൂടുന്നതിനനുസരിച്ച് നമ്മൾ
ഓരോ അവർ കൂട്ടിയെടുക്കണം. അതുപോലെ തന്നെ വെസ്റ്റിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യണം, ഓരോ മണിക്കൂറും കുറഞ്ഞിട്ടുമാണ് എടുക്കേണ്ടത്. 15 ഡിഗ്രി കണക്കാക്കുമ്പോൾ 15 ഡിഗ്രി വെച്ച് നോക്കുമ്പോൾ ഓരോ മണിക്കൂർ ഈസ്റ്റിലേക്ക് പോകുമ്പോൾ കൂട്ടിയും എടുക്കണം, വെസ്റ്റിലേക്ക് പോകുമ്പോൾ കുറച്ചും ആണ് എടുക്കേണ്ടത്. അപ്പോൾ നോക്കൂ, ഫ്രൈഡേ 10 AM ആണ്. അതെങ്ങനെയായിട്ട് 15 ഡിഗ്രി ഫ്രൈഡേ അതിൽ വെസ്റ്റിലേക്ക് വന്നപ്പോൾ അത് 9 AM ആയി. ഗ്രീനിച്ചിൻ്റെ ഈസ്റ്റിലേക്ക് പോയപ്പോൾ 15 ഡിഗ്രി പോയപ്പോൾ അത് 11 AM ആയി. അപ്പോൾ 10 കൂടെ ഒന്ന് കൂട്ടി 11 ആയി. എന്നാൽ വെസ്റ്റിൽ 10 നിന്നൊന്ന് കുറഞ്ഞു. അപ്പോൾ 15 കഴിഞ്ഞിട്ട് 30 ഡിഗ്രി ആയപ്പോൾ അതെന്തായി, 9 AM എന്നുള്ളത് 8 AM ആയി. 1 അവർ കുറഞ്ഞു. അതേപോലെ ഈസ്റ്റിലേക്ക് എത്തിയപ്പോൾ 11 എന്നുള്ളത് ഒരു അവർ കൂട്ടി 12 ആയി. അപ്പോൾ അങ്ങനെ അടുത്തത് എന്തായിരിക്കും, ഫ്രൈഡേ തന്നെ 45 ഡിഗ്രിയുടെ വരുമ്പോൾ ഫ്രൈഡേ 8 AM എന്നുള്ളത് 7 AM ആവും. ഇപ്പുറത്ത് ഈസ്റ്റിലേക്ക് വരുമ്പോൾ 45 ഡിഗ്രി ഫ്രൈഡേ എന്താവും, 12 കൂടെ 1 കൂട്ടും. അപ്പോൾ ഫ്രൈഡേ എന്താവും, നെക്സ്റ്റ് ഡേ ആയി മാറും. 12 കഴിഞ്ഞ് നമ്മൾ 1 മണിയല്ലേ എടുക്കുക, അപ്പോൾ 1 PM ആയി മാറും. ഇത് 1 PM ആവും. അതുകൊണ്ട് തന്നെ ഡേ മാറും. ഡേ ഏതാണ്, ഫ്രൈഡേ പോയി സാറ്റർഡേ ആവും അല്ലേ. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് 60 ഡിഗ്രി വെസ്റ്റിൻ്റെ അങ്ങോട്ട് നോക്കിയാൽ 60 ഡിഗ്രി വന്നാൽ ഫ്രൈഡേ 6 AM ആവും. ഇവിടെ എന്താവും, ഫ്രൈഡേ അല്ലാതെ ഏതാണ്, സാറ്റർഡേ 1 മണി കഴിഞ്ഞ് 2 PM. അപ്പോൾ അങ്ങനെ വന്ന് നമ്മൾ എന്ത് ചെയ്യും, 180 വരെ എത്തുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്താണ്, നെക്സ്റ്റ് പേജിൽ പറയുന്നുണ്ട്, യു മൈറ്റ് ഹാവ് നോട്ടീസ്ഡ് ദാറ്റ് ദർ ഈസ് എ ഡിഫറൻസ് ഓഫ് 24 hours അറ്റ് 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ടു ദ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ് ഓഫ് ഗ്രീനിച്ച്. അപ്പോൾ ഗ്രീനിച്ചിൻ്റെ ലെഫ്റ്റും റൈറ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എത്രയാണ്, 24 hour. അത് പറഞ്ഞാൽ ഒരു ദിവസം, 1 day ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. The place A marked in the given figure is located at 180 degree longitude. അപ്പോൾ പിക്ചറിൽ കാണാൻ പറ്റും എ എന്നുള്ള ആ ഒരു പ്ലേസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എ എന്നുള്ള ആ പ്ലേസിൻ്റെ ലെഫ്റ്റും റൈറ്റും എന്താണ്, ഫ്രൈഡേ ലെഫ്റ്റ്, അല്ലെങ്കിൽ വെസ്റ്റിൽ ഫ്രൈഡേ, എന്നാൽ ഈസ്റ്റിൽ എന്താണ് നോക്കൂ, തേഴ്സ്ഡേ. അപ്പോൾ ആ ഒരു 1 ഡേയുടെ ഡിഫറൻസ് ആണ് നമുക്കതിന് കാണാൻ സാധിക്കുന്നത്. If 180 degree longitude passes through a country, the places situated east and west of the line will be having 2 different days. അപ്പോൾ അതിന് പിക്ചറിൽ നമുക്ക് മനസ്സിലാവും. ആ 180 ഡിഗ്രിയുടെ ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ്, അല്ലെങ്കിൽ 1 ഡേയുടെ ഡിഫറൻസ് ആണ് വരുന്നത്. തിങ്ക് അബൌട്ട് ദ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് പോസ്റ്റ് ബൈ ദിസ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഒരുപാടാണ്. ടു അവോയ്ഡ് ദീസ്, സർട്ടൻ നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ് ഹാവ് ബീൻ എഫക്റ്റഡ് ഇൻ ദിസ് ലൈൻ വിത്ത് ദ റിസൾട്ട് ദാറ്റ് ഇറ്റ് ഡസൻറ്റ് പാസ് ത്രൂ ദ കറസ്പോണ്ടിങ് ലാൻഡ് ഏരിയാസ്. അപ്പോൾ അത് അങ്ങനെ ഒരു പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലൈന് നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം. ഡോട്ടഡ് ലൈൻസ് വന്നിട്ട് നേരെ താഴേക്കല്ല വന്നിട്ടുള്ളത്. ഡോട്ടഡ് ലൈൻസ് എങ്ങനെ പോയിട്ടുണ്ട്, ചെരിഞ്ഞു പോയി വീണ്ടും ചെരിഞ്ഞ് ആ ലാൻഡ് ഏരിയാസൊക്കെ ഒഴിവാക്കിയിട്ടാണ് അത് താഴത്തേക്ക് വരച്ചിട്ടുള്ളത്. അപ്പോൾ അത് എന്താണ്, നമ്മുടെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. നോട്ട് ദ ലോഞ്ചിറ്റ്യൂഡ് മാർക്ക് വിത്ത് ദ ബ്രോക്കൺ ലൈൻസ്. അപ്പോൾ ആ ലോഞ്ചിറ്റ്യൂഡ് ബ്രോക്കൺ ലൈൻസ് വഴിയാണ് ആ ലോഞ്ചിറ്റ്യൂഡ് അത് കംപ്ലീറ്റ് ആക്കിയത്. കറക്റ്റായിട്ട് വെർട്ടിക്കലായിട്ട് വരച്ചിട്ടില്ല. ദി ലൈൻ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് പാസസ് ത്രൂ ബെറിംഗ് Strait in Pacific Ocean and avoid some of the inhabited islands. അപ്പോൾ അത് ബെറിംഗ് കടലിടുക്കിൻ്റെ ആ വഴി ആണ് അത് വരച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ട്, കുറച്ച് ലാൻഡ് ഏരിയാസൊക്കെ ഒഴിവാക്കിയിട്ടാണ് അത് വരച്ചിട്ടുള്ളത്. ദ ട്രാവലേഴ്സ് ഹൂ ക്രോസ് ദ ലൈൻ ഫ്രം ഈസ്റ്റ് കാൽക്കുലേറ്റ് ദ ടൈം ബൈ അഡ്വാൻസിങ് ഇറ്റ് ബൈ 1 day ആൻഡ് ദോസ് ഹൂ ക്രോസ് ദ ലൈൻ ഫ്രം ദ വെസ്റ്റ് ഡിഡക്റ്റ് 1 day. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ട്രാവലേഴ്സിനാണ് ഇത് പൊതുവെ ആവശ്യം വരുന്നത്. ദ ട്രാവലേഴ്സ് ഹൂ ക്രോസ് ദ ലൈൻ ഫ്രം ദ ഈസ്റ്റ്. അപ്പോൾ ഈസ്റ്റിൽ നിന്ന് വരുന്ന ട്രാവലേഴ്സ്, അല്ലെങ്കിൽ അവിടെ നിന്ന് ക്രോസ് ചെയ്യുന്ന ട്രാവലേഴ്സ് എന്ത് ചെയ്യണം, ഒരു ദിവസം കൂട്ടിയിട്ട് വേണം കണക്കാക്കേണ്ടത്. എന്നാൽ ട്രാവലേഴ്സ് വെസ്റ്റിൽ നിന്നും
വരുന്ന ട്രാവലേഴ്സ് എന്ത് ചെയ്യും, ഒരു ദിവസം കുറച്ചിട്ടുമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദിസ് ഇമാജിനറി ലൈൻ ഈസ് നോൺ ആസ് ദ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഇതിനെയാണ്, ഇങ്ങനെ ഒരു ഇമാജിനറി ലൈൻ ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് അന്താരാഷ്ട്ര ദിനാങ്കരേഖ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്നത് ലെറ്റ്സ് കാൽക്കുലേറ്റ് ടൈം. ഇപ്പോഴാണ് നമ്മൾ ടൈം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കും. വാട്ട് വിൽ ബി ദ ടൈം ഇൻ ഇന്ത്യ വെൻ ഇറ്റ് ഈസ് 12 noon അറ്റ് ഗ്രീനിച്ച്. അപ്പോൾ ഗ്രീനിച്ചിൽ 12 മണി, ഉച്ച സമയം 12 മണിയാവുമ്പോൾ ഇന്ത്യയിൽ എത്ര ആയിരിക്കും ടൈം എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ലെറ്റ് us see how the time of India is calculated. അപ്പോൾ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അപ്പോൾ പിക്ചറിൽ കാണാം, ഗ്രീനിച്ചും ഇന്ത്യയും തമ്മിലുള്ള ലോഞ്ചിറ്റ്യൂഡൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 82 ഡിഗ്രി ആൻഡ് 30 minutes ആണ് അല്ലേ. അപ്പോൾ ദ ടൈം ഡിഫറൻസ് ഫോർ 15 degree ലോഞ്ചിറ്റ്യൂഡ് 1 hour ആണ്. അതാണ് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്, ഓർത്ത് വെക്കണം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ 15 degree ലോഞ്ചിറ്റ്യൂഡിൻ്റെ ടൈം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1 hour ആണ്. ദ ടൈം ഡിഫറൻസ് ഫോർ 82 degree ആൻഡ് 30 minutes ലോഞ്ചിറ്റ്യൂഡ് എന്താണ്? 5.5 hours ആണ്. അതായത് 5 hours 30 minutes. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രീനിച്ച് ടൈമും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമും തമ്മിലുള്ള ഡിഫറൻസ് 5 hours and 30 minutes ആണ് എന്ന്. ആസ് ഇന്ത്യ ലൊക്കേറ്റഡ് ടു ദ ഈസ്റ്റ് ഓഫ് ഗ്രീനിച്ച്, ദ ടൈം ഇൻ ഇന്ത്യ വിൽ ബി 5 hours and 30 minutes ahead ഓഫ് ഗ്രീനിച്ച് മീൻ ടൈം. അപ്പോൾ ഇന്ത്യ ഗ്രീനിച്ചിൻ്റെ ഈസ്റ്റിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 5 hours and 30 minutes കൂട്ടിയിട്ട് വേണം ടൈം കണക്കാക്കാൻ. അപ്പോൾ ഇന്ത്യയിലെ സമയം എത്രയാണോ അതിൻ്റെ കൂടെ ഗ്രീനിച്ച് ടൈമിൻ്റെ ആ ഡിഫറൻസ്, ആ സമയം കൂടി നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇന്ത്യയിലെ സമയം കണക്കാക്കാനുള്ള രീതി എങ്ങനെയാണ്? ടൈം അറ്റ് ഗ്രീനിച്ച് പ്ലസ് ടൈം ഡിഫറൻസ്. അപ്പോൾ ഗ്രീനിച്ചിലെ ടൈം 12 മണി പ്ലസ് 5 hours 30 minutes, അങ്ങനെ കണക്കാക്കുമ്പോൾ 5 hours 30 minutes എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ സമയം 5:30 PM ആണ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. ന്യൂണിന് ശേഷമുള്ളതാവുന്നതുകൊണ്ടാണ് നമ്മളവിടെ PM ആഡ് ചെയ്തത്. ഇനി എക്സാമ്പിൾ 2 നോക്കൂ. വാട്ട് വിൽ ബി ദ ടൈം ഇൻ ജപ്പാൻ, അതായത് 135 degree ഈസ്റ്റ് വെൻ ഇറ്റ് ഈസ് 11 PM ഓൺ മൺഡേ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ടൈം തന്നിട്ട് ആ സമയത്ത് ജപ്പാനിൽ ഏത് ടൈമായിരിക്കും എന്നാണ് പറയേണ്ടത് നമ്മൾ. വാട്ട് വിൽ ബി ദ ടൈം ഇൻ ജപ്പാൻ വെൻ ഇറ്റ് ഈസ് 11 PM ഓൺ മൺഡേ ഇൻ ഇന്ത്യ. അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് 82 degree ആൻഡ് 30 minutes ആണ്. എന്നാൽ ജപ്പാനിൽ ഇപ്പോൾ തന്നിട്ടുള്ളത് എന്താണ്? 135 degree ഈസ്റ്റ്, ആ ഒരു ഇതാണ് തന്നത്, ആ ലോഞ്ചിറ്റ്യൂഡിൻ്റെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതെങ്ങനെ കണക്കാക്കാം? ദ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ജപ്പാൻ. ആദ്യം അത് കണക്കാക്കണം. ലോഞ്ചിറ്റ്യൂഡിനൽ ഡിഫറൻസ്, അതായത് 135 മൈനസ് 82 degree 30 minutes എന്ന് ഇത് കുറയ്ക്കുമ്പോൾ 52 degree 30 minutes എന്ന് കിട്ടും. ദ ടൈം ഡിഫറൻസ് ഫോർ 1 degree ലോഞ്ചിറ്റ്യൂഡ് എന്താണ്? 4 minutes ആണ്. അതായത് ദ ടൈം ഡിഫറൻസ് ഫോർ 52 degree 30 minutes ലോഞ്ചിറ്റ്യൂഡ് ഈസ് 52.5 into 4. ഒരു ലോഞ്ചിറ്റ്യൂഡിന് ഇത്രയാണെങ്കിൽ 52.5 ഡിഗ്രിക്ക് എത്രയാവണം? 52 52.5 into 4, അതായത് 210 minutes എന്ന് കിട്ടും. അപ്പോൾ 210 minutesനെ മണിക്കൂറിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മണിക്കൂറിൽ പറയുകയാണെങ്കിൽ 3 hours and 30 minutes. As Japan is situated at the east of India, the time in Japan would be 3 hours and 30 minutes ahead of that time in India. അപ്പോൾ നമുക്കറിയാം ജപ്പാൻ ഇന്ത്യയുടെ ഈസ്റ്റിലാണ്, അതുകൊണ്ട് 3 hours 30 minutes കൂടുതലായിട്ടാണ് എടുക്കേണ്ടത്. വെൻ ഇറ്റ് ഈസ് 11 PM ഓൺ മൺഡേ ഇൻ ഇന്ത്യ, ദ ടൈം ഇൻ ജപ്പാൻ, അപ്പോൾ ഇന്ത്യയിൽ 11 മണിയാണെങ്കിൽ ജപ്പാനിലെ ടൈം കണക്കാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്ത്യയിലത്തെ സമയത്തിനോട് കൂടി 3 hours 30 minutes കൂട്ടിയെടുക്കണം. അതായത് 11 PM പ്ലസ് 3 hours 30 minutes എന്ന് പറയുമ്പോൾ
2:30 AM ആവും. അപ്പോൾ PM കഴിഞ്ഞുമ്പോൾ 11 കഴിഞ്ഞ് 12, 12 കഴിഞ്ഞാൽ PM മാറി AM ആവുമല്ലോ. അപ്പോൾ പിന്നെ 12 കഴിഞ്ഞാൽ 3 മണിക്കൂറാണ് കൂട്ടേണ്ടത്. 3 മണിക്കൂറും 30 മിനിറ്റും. അപ്പോൾ 11 കഴിഞ്ഞാൽ 12, 1, 2 പിന്നെ 30 മിനിറ്റും കൂടിയും ചേർക്കുമ്പോൾ 2:30 അല്ലെങ്കിൽ 2:30 AM എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മാറി. അപ്പോൾ മൺഡേ വരുന്നത് ഇപ്പുറത്താവുമ്പോൾ ട്യൂസ്ഡേ. അപ്പോൾ അതാണ് 2:30 AM ട്യൂസ്ഡേ. അപ്പോൾ ആദ്യം നമ്മൾ ആ ഡിഫറൻസ് കണ്ടുപിടിച്ചാലാണ് സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ.